Hi friends, welcome back to Learners Solution. നമ്മൾ ഇന്ന് കേരള സെറ്റ് എക്സാം ജനറൽ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 9ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപ് ഈ ചാനലിൽ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Question number 1. Education should create a class of persons, Indian in blood and color, but English in taste, in opinions, in morals, and in intellect. Which among the following recommended this? Options നോക്കാം. Option A. Downward filtration theory. Option B. Magna Carta of Indian education. Option C. University education. Option D. National policy on education. ഇവിടെ correct answer വരുന്നത് Option A. Downward filtration theory. Question number 2. The most appropriate strategy to evaluate the teacher performance. Options നോക്കാം. Option A. Student evaluation. Option B. Peer evaluation. Option C. Self evaluation. Option D. Principal evaluation. ഇവിടെ correct answer വരുന്നത് Option A. Student evaluation. Question number 3. What describes the phenomenon of the entire world becoming more interconnected as the result of the propagation of media technologies throughout the world? Options നോക്കാം. Option A. World Wide Web. Option B. Global Village. Option C. Internet. Option D. Globalization. ഇവിടെ correct answer വരുന്നത് Option B. Global Village. Question number 4. Which one of the following tools can appropriately assess the degree of performance of respondents? Options നോക്കാം. Option A. Checklist. Option B. Interview. Option C. Rating scale. Option D. Observation. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി റേറ്റിംഗ് സ്കെയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മീൻ ഡീവിയേഷൻ. ഓപ്ഷൻ ബി ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓപ്ഷൻ സി റേഞ്ച്. ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. പ്ലാറ്റോ ഇൻ ടീച്ചിങ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രോഗ്രാംഡ് ലേണിംഗ് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ. ഓപ്ഷൻ ബി പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ. ഓപ്ഷൻ സി പ്രോഗ്രാംഡ് ലേണിംഗ് ഫോർ ഓഗ്മെൻറ്റഡ് ടീച്ചിങ് ഔട്ട്കം. ഓപ്ഷൻ ഡി പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഔട്ട്കം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമേറ്റഡ് ടീച്ചിങ് ഓപ്പറേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു റെൻഡർ അഡ്വൈസ് ടു ദ ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ടു കോർഡിനേറ്റ് ദ റോൾസ് ഓഫ് ദി ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് എപ്പെക്സ് റെഗുലേറ്ററി ഏജൻസീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വിത്തിൻ ദ സ്റ്റേറ്റ്. Option C. To provide common facilities in higher education without impinging upon the autonomy of other institutions of higher education. Option D. All of the above. ഇവിടെ correct answer വരുന്നത് Option D. All of the above. Question number 8. The major objective of class project 1984-85 was. Options നോക്കാം. Option A. To expose children to utility and applications of computer. Option B. To implement the recommendations of NPE. Option C. To monitor the functions Central Institute of Indian Languages. Option D. To provide access to quality education to primary school children. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടു എക്സ്പോസ് ചിൽഡ്രൻ ടു യൂട്ടിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. Question number 9. Which of the following are the objectives of inclusive education? ആദ്യം തന്നിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. സെക്കൻഡ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കിൽ. തേർഡ് വൺ എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഫോർത്ത് വൺ ഡിസ്ക്രിമിനേഷൻ ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 and 3 ഓൺലി. ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബി എഫ് സ്കിന്നർ. ഓപ്ഷൻ ബി നോർമൻ എ ക്രൗഡർ. ഓപ്ഷൻ സി അരൺസെറ്റ് ആർ എൽ. ഓപ്ഷൻ ഡി സ്മിത്ത് ഡബ്ല്യു ജെ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നോർമൻ എ ക്രൗഡർ. ക്വസ്റ്റ്യൻ നമ്പർ 11. Spearman's two-factor theory is also known as.
ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്ലക്റ്റിക് തിയറി, ഓപ്ഷൻ ബി അനാർക്കിക് തിയറി, ഓപ്ഷൻ സി മൊണാർക്കിക് തിയറി, ഓപ്ഷൻ ഡി ഒലിഗാർക്കിക് തിയറി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ എക്ലക്റ്റിക് തിയറി. Question number 12. Cudder-Richardson technique is used to establish dash of a tool. Options നോക്കാം. ഓപ്ഷൻ എ ഒബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ ബി റിലയബിലിറ്റി, ഓപ്ഷൻ സി വാലിഡിറ്റി, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റിലയബിലിറ്റി. Question number 13. Which among the following is a test of goodness of fit? Options നോക്കാം. ഓപ്ഷൻ എ വിൽകോക്സൺ ടെസ്റ്റ്, ഓപ്ഷൻ ബി കൊൾമോഗൊറോവ്-സ്മിർനോവ് ടെസ്റ്റ്, ഓപ്ഷൻ സി കൈ-സ്ക്വയർ ടെസ്റ്റ്, ഓപ്ഷൻ ഡി സൈൻ ടെസ്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൈ-സ്ക്വയർ ടെസ്റ്റ്. Question number 14. Which of the following context can be developed as a result of regression? Options നോക്കാം. ഓപ്ഷൻ എ approach conflict, ഓപ്ഷൻ ബി approach avoidance conflict, ഓപ്ഷൻ സി avoidance conflict, ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. Question number 15. First bell is known as. Options നോക്കാം. ഓപ്ഷൻ എ ഇനിഷ്യേഷൻ ഓഫ് സ്കൂൾ ഹവേഴ്സ്, ഓപ്ഷൻ ബി സ്കൂൾ ഇനിഷ്യേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ സി ഇനിഷ്യേറ്റീവ് ഫോർ ഓൺലൈൻ ക്ലാസ്സസ്, ഓപ്ഷൻ ഡി വെബ്സൈറ്റ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇനിഷ്യേറ്റീവ് ഫോർ ഓൺലൈൻ ക്ലാസ്സസ്. Question number 16. For achieving maximum effectiveness in teaching, a teacher needs to find out the learning difficulties of each student. Then, the teacher is expected to conduct dash test. Options നോക്കാം. ഓപ്ഷൻ എ അച്ചീവ്മെൻറ്റ്, ഓപ്ഷൻ ബി പ്രോഗ്നോസ്റ്റിക്, ഓപ്ഷൻ സി ഇബ്സാറ്റീവ്, ഓപ്ഷൻ ഡി ഡയഗ്നോസ്റ്റിക്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. Question number 17. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് വായിക്കാം. ഫസ്റ്റ് വൺ നാഷണൽ സ്പോർട്സ് ഡേ ഇൻ ഇന്ത്യ, സെക്കൻഡ് വൺ വേൾഡ് ടീച്ചേഴ്സ് ഡേ, തേർഡ് വൺ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇൻ ഇന്ത്യ, ഫോർത്ത് വൺ വേൾഡ് ഹെൽത്ത് ഡേ. ലിസ്റ്റ് 2 തന്നിട്ടുള്ള ഡേറ്റ്സ് പറയാം. 11th നവംബർ, 7th ഏപ്രിൽ, തേർഡ് വൺ 29th ആഗസ്റ്റ്, ഫോർത്ത് വൺ 5th ഒക്ടോബർ. ഇത് രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. A3, B4, C1, D2. അതായത് നാഷണൽ സ്പോർട്സ് ഡേ ഇൻ ഇന്ത്യ വരുന്നത് ആഗസ്റ്റ് 29th വേൾഡ് ടീച്ചേഴ്സ് ഡേ വരുന്നത് ഒക്ടോബർ 5th നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇൻ ഇന്ത്യ വരുന്നത് നവംബർ 11th വേൾഡ് ഹെൽത്ത് ഡേ വരുന്നത് ഏപ്രിൽ 7th Question number 18. The element which is present in all acids. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ക്ലോറിൻ, ഓപ്ഷൻ ഡി കാൽസ്യം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹൈഡ്രജൻ. Question number 19. Goods and Services Tax GST was introduced in India as per Dash Constitutional Amendment Act. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 110, ഓപ്ഷൻ സി 111, ഓപ്ഷൻ ഡി 121. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 101. Question number 20. A school in Dash state introduced IRIS, the first generative AI teacher in India. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി തമിഴ്നാടു, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേരള. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. 20ൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ അടുത്ത മോക്ക് ടെസ്റ്റുമായി നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക്